മണിപ്പൂരിൽ മെയ്തേയ് കുക്കി കലാപം 2 വർഷം പിന്നിടുമ്പോൾ സമാധാനം പൂർണ്ണമായും അവിടെ തിരിച്ചു വന്നിട്ടില്ല. വീട് നഷ്ടമായവരും പലായനം ചെയ്യപ്പെട്ടവരും ഉറ്റവരെ നഷ്ടമായവരും പലവിധ അനിശ്ചിതത്വങ്ങളിലൂടെയാണ് ഇപ്പോഴും കടന്നുപോകുന്നത്. 2 വർഷക്കാലം കൊണ്ട് മണിപ്പൂർ ജനത കനലിലൂടെയാണ് നടക്കുന്നത്. സുപ്രീം കോടതി ന്യായാധിപ സംഘം ഈയിടെ സന്ദർശിച്ച് മടങ്ങിയ പുനരധിവാസ ക്യാമ്പുകളിലടക്കം ജീവിതം ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. 2 വർഷം പിന്നിടുന്ന മണിപ്പൂർ കലാപത്തിൽ ഇതുവരെ 260 പേർ കൊല്ലപ്പെടുകയും 1500 പേർക്ക് പരിക്കേൽക്കുകയും 70,000-ഓളം പേർക്ക് വീടും കൃഷിയും നഷ്ടമായെന്നുമാണ് കണക്ക്. 10,000-കണക്കിന് പേരുടെ പലായനമുണ്ടായി. ഭൂരിപക്ഷ മെയ്തേയ്കളും ഗോത്രവിഭാഗമായ കുക്കിസോകളും സംസ്ഥാന പട്ടികവർഗ പദവി സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് പരസ്പരം പോരടിച്ച് ഏറ്റുമുട്ടി ചോര വീഴ്ത്തിയിട്ട് 2 വർഷമായിരിക്കുന്നു. തീപ്പൊരിയിൽ നിന്നും വലിയ തീക്കാറ്റായി മാറിയ കലാപം ആ നാടിനെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തി. സംസ്ഥാനത്തെ 50% മേൽ ജനസംഖ്യാ അധീശത്വമുള്ള പ്രബല മെയ്തേയ് വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ BJP നേതൃത്വത്തിലുള്ള മണിപ്പൂർ സർക്കാർ നടത്തിയ തീരുമാനമാണ് കലാപമായി മാറിയത്. ഗോത്ര പദവിയിലേക്ക് മെയ്തേയ് വരുന്നതിൽ കുക്കികൾ കലാപക്കൊടി ഉയർത്തി തെരുവിലിറങ്ങി. മനുഷ്യർ കാടും മലയും ഇറങ്ങി വന്നു. ഇംഫാലിലേക്ക് നാട് സ്തംഭിച്ചു. 2023 മെയ് മാസത്തിൽ മണിപ്പൂരിലെ ഓൾ ട്രൈഡൽ സ്റ്റുഡൻസ് യൂണിയൻ പ്രതിഷേധ പ്രകടനവുമായി തെരുവിലിറങ്ങി. മെയ്തേയ് ഈ ജാഥയെ ആക്രമിച്ചു. അതോടെ പരസ്പരം ഏറ്റുമുട്ടലുണ്ടായി. കുക്കി മേഖലകളിൽ വ്യാപക ആക്രമണം നടന്നു. തിരിച്ചടിച്ച് പകരം വീട്ടി കുക്കി വിഭാഗവും. മ്യാൻമറിൽ നിന്ന് എത്തിച്ചതെന്ന് കരുതുന്ന ആയുധങ്ങൾ കുക്കികളും ഉപയോഗിച്ചു. ചെറിയ റോക്കറ്റ് പ്രൊപ്പല്ലറുകളും ഡ്രോൺ ബോംബാക്രമണവും വരെ ഉണ്ടായി. പുനരധിവാസ ക്യാമ്പുകളിലേക്ക് ജീവിതം മാറി. ഇംഫാലിന് പുറത്തുള്ള മലമ്പ്രദേശങ്ങളിൽ മെയ്തേയ് ആക്രമണം നേരിട്ടു. ഇംഫാൽ കുന്നുകളിലടക്കം കുക്കികളെ മെയ്തേയ്കളും തടഞ്ഞു. ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് പേർക്ക് ഇപ്പോഴും വീട്ടിലേക്കോ നാട്ടിലേക്കോ മടങ്ങാനായിട്ടില്ല. കലാപം അടിച്ചമർത്താൻ കഴിയാത്തതും മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കാത്തതും കേന്ദ്ര സർക്കാരിനും BJPയുടെ ബിരേൻ സിംഗ് സർക്കാരിനും നാണക്കേടായി. രാജ്യത്തിനകത്തും പുറത്തും പ്രധാനമന്ത്രി കലാപത്തെ അവഗണിച്ചുവെന്നും ഒരിക്കൽ പോലും മണിപ്പൂരിൽ എത്തിയില്ല എന്നതും വിമർശന വിധേയമായി. ഒടുവിൽ ഫെബ്രുവരിയിൽ ബിരേൻ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ട് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കി കേന്ദ്രം. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി സംഘം ദുരിതമേഖല സന്ദർശിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. പതിയെ സമാധാന അന്തരീക്ഷത്തിലേക്ക് മടങ്ങുകയാണ് ആ നാട്. പക്ഷേ എപ്പോഴാണ് അടുത്ത പ്രകോപനം, അടുത്ത പ്രത്യാക്രമണമെന്ന് പറയാനാകാത്ത സ്ഥിതിയാണ്. വിദ്വേഷവും വംശീയ പ്രകോപനവും സമൂഹ മാധ്യമങ്ങൾ വഴി സംഘർഷമാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഇപ്പോഴുമെന്ന് ഇംഫാലിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നു. 2 വർഷം പിന്നിട്ടിട്ടും അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്നതിൽ തികഞ്ഞ അപ്രവചനീയതയാണ് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അറ്റത്തുള്ള ഈ മലമുകളിലെ പട്ടണത്തിനും വന ഗ്രാമങ്ങൾക്കും മണിപ്പൂരിലെ ഗോത്രവിഭാഗ നീക്കങ്ങൾക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.